പെങ്കുച്ച് അവിടെ പോയി? എനിക്കെന്തോ അതിനെ വല്ലാതങ്ങ് ബോധിച്ചു. എന്തിനാ മോനെ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഓർത്തോ, അത് ജിയോൺ ചെങ്കുക്കിൻ്റെ പ്രോപ്പർട്ടിയാണ്. അറിയാലോ, തൊട്ടാ പൊള്ളും. നീ ഇന്ന് ഡയലോഗ് അടിക്കേണ്ട. ആ പെങ്കൊച്ച് എവിടെ പോയെന്ന് പറ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആ പെങ്കൊച്ച് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് അളിയ. അവനവനുള്ള ശവക്കുഴി തന്നെ തോണ്ടിയിട്ടുണ്ട്. കണ്ടറിയാം. ബേബി ബെയർ എവിടെ? ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ചേച്ചക്കെ. യാ, താങ്ക്സ്. ഇവനുള്ളത് സാറ് തന്നെ കൊടുക്കട്ടെ. ചേച്ചി, ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്കിരിക്കണമെന്ന്. പ്ലീസ് ചേച്ചി, പുറത്ത് പോ. എനിക്ക് കുറച്ച് സമാധാനം വേണം. ആരാ നിങ്ങള്? Not gonna lie, you're very very beautiful my dear. എങ്ങനെ ആവാതിരിക്കും? JJKടെയല്ലേ സെലക്ഷൻ, മോശാവോ? മര്യാദ പുറത്തു വയ്ക്കോ, ഇല്ല ഞാൻ ബഹളം വയ്ക്കും. ഓ, ബഹളം വയ്ക്കോ? വെച്ചാലേ നിനക്ക് തന്നെയാ നാണക്കേട്. അതുകൊണ്ട് മിണ്ടാതെ എൻ്റെ അടുത്തേക്ക് വാ. അടുത്തേക്ക് വരരുത്. ഓ, ആംഗ്രി കിറ്റൻ, നിനക്ക് എന്താടി ഇത്രയും കോപം? ഒരു മണി, അത് മാത്രമേ ചോദിക്കുള്ളൂ. കൈയെടുക്കടാ നോയ്. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിക്കാറായടാ നീ ചെറ്റേ. Shoot him right now. Come, baby bear. Come to me. Everything is fine now. Come to me, my kitten. പ്ലീസ്, അടുത്തേക്ക് വരല്ല. എനിക്ക് നിങ്ങൾ പേടിയാ. എന്നെ എന്തിനാ പേടിക്കുന്നേ ബേബി ബെയർ? നീ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. തെറ്റ് ചെയ്തത് അവനല്ലേ? Because he dared to touch what's mine. He deserved to die. നിന്നെ ടച്ച് ചെയ്യാനുള്ള അവകാശം എനിക്ക് മാത്രം. Still, I've said sorry for what I've done. Because നിന്റെ സമ്മതമില്ലാതെ നിന്നെ തൊട്ടത് എൻ്റെ മിസ്റ്റേക്ക്. അത് ഞാൻ ചെയ്ത തെറ്റ്. സോ സോറി പറയേണ്ടത് എൻ്റെ കടമ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന വാക്ക് സോറി. ഞാനത് ഒരേ ഒരാളുടെ മുമ്പിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ മുൻപിൽ. ബിക്കോസ് ഞാൻ ചെയ്ത തെറ്റ് കാരണം നീ എൻ്റെ കയ്യിൽ നിന്ന് പോകരുതെന്ന്, എന്നെ പിരിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ പൂച്ചക്കുഞ്ഞിനെ പോലെ പേടിച്ചരണ്ട മുഖം കാണാനായിട്ട്. ബട്ട് അത് ഇങ്ങനെയോ അതോ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടോ ഉള്ള പേടിയല്ല ബേബി ബെയർ. നീ ചെയ്ത തെറ്റുകൊണ്ട് ആ തെറ്റിന് നിനക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് നിനക്ക് ബോധ്യമുള്ള തെറ്റിന്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ആൻഡ് യെസ്, ഐ വോണ്ട് ടച്ച് യു അൺലെസ് യു വാണ്ട് ഇറ്റ്. അല്ലെങ്കിൽ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പാകത്തിന് എന്തേലും തെറ്റ് ചെയ്യുന്ന വരെ
ആൻഡ് ഇവിടെ ഇത്രയും പേരുള്ളൊരു പാർട്ടിക്ക് മുറിയിൽ കഥ കടിക്കാതെ ഇരിക്കുന്നത് തെറ്റല്ലേ? പറ ബേബി ബെയർ. അത് സോറി. ഓ വാ, അടുത്തേക്ക് വാ കിച്ചൻ. ഞാനൊന്നും ചെയ്യില്ല. വാ. ഇല്ല, സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ? പിന്നെന്തിനാ? ഞാൻ വരില്ല. You're ruining and messing up with my tough guy personality, my kitten. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പറഞ്ഞനുസരിക്കാത്തവരെ ചേച്ചിയൊക്കെ ഡീൽ ചെയ്യുന്ന രീതിയെ വേറെയോ. പക്ഷെ അതെനിക്ക് നിൻ്റെ അടുത്ത് എടുക്കാൻ പറ്റില്ല. എടുക്കണോ? വേണ്ട, ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല. സത്യമായിട്ടും. പേടിച്ചോ? I was just joking, baby bear. ഇത് നിന്റെ വീടല്ലേ. നീ നിന്റെ സൗകര്യത്തിന് മുറി പൂട്ടിയിടാതിരിക്കുകയോ ചെയ്തോ. ഇവിടെ ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. ഇവിടെ പാർട്ടി വയ്ക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. നിനക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ബട്ട് ഐ വാസ് റോങ്. എൻ്റെ കിറ്റൻ്റെ മേല് എത്ര വൃത്തികെട്ടവന്മാരുടെ നോട്ടാ പതിഞ്ഞെന്നറിയോ? സഹിക്കുന്നില്ല എനിക്ക്. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല. സോറി ബേബി ബെയർ, ഐ എം റിയലി സോറി. യു ടേക്ക് റെസ്റ്റ്, ഓക്കെ? ഗുഡ് നൈറ്റ്. എനിക്ക് ഗുഡ് നൈറ്റ് ഇല്ലേ? ഓക്കെ, സാവിത്രി ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ യു ടേക്ക് റെസ്റ്റ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ഗുഡ് നൈറ്റ് മൈ ബേബി ബെയർ. അതെ, എങ്ങോട്ടാ പോകുന്നേ? എന്ത് കാര്യങ്ങളാ ഫിനിഷ് ചെയ്യാനുള്ളേ? അത് സംതിങ് റിലേറ്റഡ് ടു മൈ ബിസിനസ്. എന്താ ചോദിച്ചേ? അത് ഒന്നുമില്ല, വെറുതെ. Really? But your face is saying something else. എന്താ കിട്ടൻ? എന്നീന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ നീ? പറ. ഇല്ല, ഒന്നുമില്ല. പൊക്കോ. ഗുഡ് നൈറ്റ്. എന്നെ പറഞ്ഞു വിടാൻ നിനക്ക് ഭയങ്കര ധൃതിയാണല്ലോ മൈ കിറ്റൻ. ആയിക്കോട്ടെ, നമുക്കെന്നാ പിന്നെ കാണാം. ഗുഡ് നൈറ്റ്. കുഞ്ഞ് കിടന്നോ? ഇല്ല ചേച്ചി, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ചേച്ചി, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ. കുഞ്ഞ് പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത് താഴേക്ക് വരണോ എന്തോ പേടി പോലെ എന്നൊക്കെ. ഞാനാ കേൾക്കാഞ്ഞ്, എൻ്റെ തെറ്റാ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ അത്രയേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. അതെ. കുഞ്ഞിന് വിശക്കുന്നുണ്ടാവില്ലേ? ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായി. അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ. താഴെ ആ ബോഡിയൊക്കെ എടുത്ത് മാറ്റി പ്രശ്നമൊക്കെ ഒതുക്കി തീർത്ത് ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയായിരുന്നു. പിന്നെ
അവിടെ ഈ കൊല്ലും കൊലപാതകമൊക്കെ അത്ര വലിയ പുത്തരിയല്ലാത്ത കാരണം അത് കഴിഞ്ഞ് ചെറിയ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബ്ലേഡ് സാറും ജിസു മാഡവും ബാക്കിയുള്ള എംപ്ലോയീസും കൂടി ചേർന്ന് സാറിന് നല്ല വിലപിടിപ്പുള്ളൊരു കാറാണ് സമ്മാനമായിട്ട് കൊടുത്തത്. അവർ മാത്രമല്ല, അത്യാവശ്യം ഇവിടെ വന്നിരുന്ന എല്ലാവരും നല്ല വില വരുന്ന കാറുകൾ, ബിൽഡിങ്സ്, സ്ഥലങ്ങൾ, അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തേ. പിന്നെ കുഞ്ഞിനോട് മോശമായിട്ട് പെരുമാറിയില്ലേ, അവളുമാരും കൊടുത്തത് നല്ല വിലപിടിപ്പുള്ള കാറുകളാണ്. അപ്പം പിന്നെ ഞങ്ങളും മോശമാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനും നാൻസിയും ബാക്കി എല്ലാ മെയ്ഡ്സും കൂടി ചേർന്ന് നല്ലൊരു വാച്ച്, നല്ല വില വരുന്ന വാച്ചാ എല്ലാവരും കൂടി സാറിന് കൊടുത്തു. എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവരും സമ്മാനം കൊടുത്തല്ലേ? കൊടുത്തു. ഞാൻ മാത്രം ഒന്നും കൊടുത്തില്ല അല്ലേ ചേച്ചി? ഏയ്, അതൊന്നും കുഴപ്പമില്ല കുഞ്ഞെ. നിന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടില്ലല്ലോ, പിന്നെ നീ എന്ത് പോയി വാങ്ങിക്കാനാ? ഇനി അഥവാ എന്തെങ്കിലും വാങ്ങിച്ചാൽ തന്നെ അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല ചേച്ചി. അയ്യോ കുഞ്ഞെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാറിന് ഈ നല്ല വില വരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഒരു സത്യം പറഞ്ഞേ ഉള്ളൂ. അല്ല, ആള് പോയായിരുന്നോ പുറത്തേക്ക്? ഇല്ല, താഴെയുണ്ട്. ഞാനെന്നാ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഷോ, എന്നാലും നല്ലൊരു അടിപൊളി പാർട്ടി ആയിരുന്നല്ലേ. എല്ലാം കൊള്ളോയി. പക്ഷേ യു ജസ്റ്റ് ഇമാജിൻ, ഞാൻ ആ സംഭവം കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ, എനിക്ക് ആലോചിക്കാനേ വയ്യ. എസ്പെഷ്യലി നമ്മുടെ ബോസിൻ്റെ കാര്യം. അങ്ങോരപ്പ വരുന്ന ദേഷ്യത്തിന് എല്ലാത്തിനെയും കൊന്നാനെ ഇവിടെ വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് അസ്. അത് ശരിയാ, പാവം കുട്ടി അതൊത്തിരി പേടിച്ച് കാണുമല്ലേ. എന്നാലും അവൻ്റെ ധൈര്യം സമ്മതിക്കണം അല്ലേ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആ കൊച്ചിൻ്റെ മുറി കയറാനായിട്ട്. എന്നിട്ടെന്താ, അവൻ്റെ ആ കഴപ്പങ്ങ് മാറി കിട്ടിയില്ലേ? അവൻ്റെ കോപ്പിലൊരു ഉമ്മ ആ മൈക്രോഫോണിൽ കൂടി കേട്ടപ്പോൾ എൻ്റെ കൈ തിരിക്കിയിരുന്നു. നമ്മുടെ ബോസിന് കിട്ടിയിട്ടില്ല ഒരെണ്ണം. അപ്പോഴാ ഡാടാ മതി. പിന്നല്ലാണ്ട് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. സപ്പോസ് എനിക്കിപ്പോൾ ഇതുപോലൊരു സുന്ദരിയായ ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ, അവളെൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ, മിനിമം ഒരു 5-6 ഉമ്മെങ്കിലും ഈ സമയം കൊണ്ട് ഞാൻ ചോദിച്ചേനെ. 5-6 അടിയും കിട്ടിയാനെ. ഡാ, ബോസിന് ഉമ്മയല്ല അതിൻ്റെ അപ്പുറം ചോദിച്ചാൽ കൊടുക്കാൻ റെഡിയായിട്ട് കുറേ എണ്ണങ്ങൾ നിരന്ന് നിൽപ്പുണ്ട്. എന്നിട്ടും അങ്ങൊരു ഈ കൊച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരെണ്ണം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോസ് ഡിഫറെൻ്റ് അല്ലേ? ഡിഫറെൻ്റ് അല്ല, സൈക്കോ. ചേച്ചി പറഞ്ഞ പോലെ കാതൽ സൈക്കോ. #മാലാഖയെ പ്രണയിച്ച് ചെകുത്താൻ.